തുള്ളിക്കളിച്ചല്ലേ 9 മാസവും ഡാൻസ് അല്ലായിരുന്നോ? അയ്യോ, ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളത് കേൾക്കണം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്കി മോൻ എൻ്റെ കയ്യിൽ കിട്ടി, എനിക്ക് ദൈവം തന്ന നിധിയാണ്. അപ്പം ആ നിധി എൻ്റെ കിട്ടുമ്പം അപ്പോൾ ഒരു ഡെലിവറി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ. പുള്ളിക്കാരൻ ഉണർന്നിരിക്കുവാണ്, അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവാം. എനിവേ, എന്തുവാന്ന് പറഞ്ഞാൽ ഒരുപാട് നീട്ടിപ്പോകുന്നൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് എന്തുകൊണ്ട് സിസേറിയനായി, അതെന്തുകൊണ്ട് അങ്ങനെ ആയി, എന്തുകൊണ്ട് പറ്റി, ഒരുപാടൊക്കെ തുള്ളി കളിച്ചതല്ലേ ആ പെണ്ണിൻ്റെ അഹങ്കാരം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളു വികാസം ഇല്ലായിരുന്നു. എൻ്റെ ഉള്ളു വികാസം ഇല്ലായിരുന്നു, സെർവിക്സിനകത്ത് ഉള്ളു വികാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസേറിയനെ നടക്കത്തുള്ളൂ, പിന്നെ നമുക്ക് ട്യൂബിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ രശ്മി ഡോക്ടറിനെയാണ്, രശ്മി ഗോപൻ. പുള്ളിക്കാരിയാണ് കാണിക്കുന്നത്. നല്ല ഡോക്ടറാണ് കേട്ടോ, നല്ല ഡോക്ടറാണ്. ഓക്കെ. അങ്ങനെ ഞാൻ ഏപ്രിൽ 17 പോയിട്ട് അഡ്മിറ്റായി. കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പേ ഗർഭിണികളെ ഒരു വാർഡിലോട്ട് മാറ്റും, അങ്ങനെ ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കൂളായിട്ടൊക്കെ പോയി. അങ്ങനെ ലേബർ റൂമിൽ ഇടയ്ക്ക് വെച്ച് വിളിച്ചു. അങ്ങനെ വിളിച്ചു, നമ്മൾ പോയിട്ട് നമ്മുടെ പി വി ചെക്ക് ചെയ്യും അവർ. കാരണം ഡേറ്റ് ഇന്നത് പറയുമ്പോൾ പി വി വയ്ക്കും. അപ്പോൾ പി വി എന്ന് കേൾക്കുമ്പം അറിയാൻ പറ്റും, എന്താ പറയുക, ഒരു പേടി സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പി വി ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ, മിനിമം ഒരു 8-6 വേണം, എങ്കിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ നോർമൽ ഡെലിവറിക്കെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ട്യൂബ് ഇടാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ചോദിച്ച് അങ്ങനെ നീടാൻ സമ്മതിച്ചു. പിറ്റേന്ന് 18 വൈകിട്ട് ട്യൂബ് ഇടാൻ വേണ്ടിയിട്ട് എന്നെ ലേബർ റൂമിലോട്ട് വിളിച്ച് അതങ്ങ് ഇട്ട് വന്ന് എനിക്ക് നടക്കാനും വയ്യ, കാല് വിറയ്ക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലായിപ്പോയി. കാരണം അപ്പോഴേ നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ എന്നൊരു മൈൻഡേ നമുക്ക് കാണത്തുള്ളൂ. അങ്ങനെ ട്യൂബ് ഇട്ട് വന്ന് വാർഡിൽ വന്നപ്പോൾ അവിടെ പഠിക്കാൻ പറ്റുന്ന കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ചേച്ചി എന്ത് പറ്റി, പെയിനാണോ, അതാണിത്. ഞാൻ പറഞ്ഞു അവർ, കാരണം ആരോടും നമുക്കൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഈശ്വര ഓളിസ്റ്റൽ. അപ്പോൾ നമുക്ക് വാഷ്റൂമിൽ പോകുമ്പോൾ അതിൻ്റെ വേദന. അങ്ങനെ അത് സഹിച്ച് 18 വൈകിട്ട് നമ്മൾ 18 5 മണിയായപ്പോൾ റെഡിയായി. 18 5 മണിയായപ്പോൾ റെഡിയായിട്ട് ലേബർ റൂമിൽ ചെന്നിട്ട് ഒരു റെഡിയായിട്ടൊക്കെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ റെഡിയായിട്ടൊക്കെ ചെന്നപ്പോൾ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ പേര് അശ്വതി എന്നാണ്. അപ്പം പുള്ളിക്കാരി ഞാനും ഭയങ്കര കമ്പനിയൊക്കെ ആയി. എന്താ പറയുക, നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കിറുക്കൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് കണക്റ്റ് ആവും. അങ്ങനെ ചേച്ചി ഞാനും കിടന്നുറങ്ങി. പിറ്റേന്ന് 19 ഒക്കെ ആയ സമയത്ത് അയ്യോ പേടിയായി. പെട്ടെന്ന് ഞാൻ പ്രസവിക്കാൻ പോകണമല്ലോ. ചേച്ചി പി വി നോക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്ത് അയ്യോ പ്രസവിക്കാൻ പോകണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊരു പേടിയൊക്കെ. അപ്പോഴും നമ്മൾ ഓളിസ്പെൽ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മളെ അവിടെ കയറ്റി ഒരു ബെഡിൽ കിടത്തും. അപ്പോൾ ചേച്ചി എൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഒരു സംഭവം ഹേർട്ട് ബീറ്റ് നോക്കാനുള്ള, ഹൃദയമിടിപ്പ് നോക്കാനുള്ള ഒരു സംഭവമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കെട്ടി അങ്ങനെ ഹൃദയമിടിപ്പ് കൂടി വരും കുറഞ്ഞു വരും. അപ്പോൾ എന്തോ സംഭവം നമുക്കറിയത്തില്ല. പിന്നെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞത് വേദനയ്ക്കുള്ളതാണ്, നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടി അതിൻ്റെ പെയിൻ വരാനുള്ള മരുന്നായിട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് പെയിൻ വരുന്നില്ല. അങ്ങനെ ഒരു 4 ട്രിപ്പോളം ഞാൻ ഇട്ട്. അങ്ങനെ ഇട്ട് വന്ന സമയത്ത്
ആദ്യമേ ചെറിയ പെയിൻ, പിന്നെ പോയിട്ട് ആ പെയിൻ പോയിട്ട് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വരും, അങ്ങനെയായിരുന്നു. പിന്നെ നല്ലോണം എനിക്ക് പെയിൻ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വരാ ഓപ്പണായി, ഇപ്പം പ്രസവം നടക്കും എന്നൊക്കെ ചിന്തിച്ച് ആ സമയത്ത് അപ്പുറത്ത് ആ ചേച്ചി പ്രസവിച്ചു. ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ, ബഹളമായിരുന്നു. പ്രസവിച്ച് പെൺകുഞ്ഞ. അങ്ങനെ ചേച്ചി നോർമൽ ഡെലിവറി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് അത് ഓക്കെ, അപ്പോൾ എൻ്റെ ഇപ്പം നടക്കും എന്നാലും എനിക്ക് വേദനയാണ്. ആ സമയത്ത് വേദന ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ തടവി തന്നു. കാരണം നമ്മളങ്ങ് റിലാക്സ് ആവാം, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ആ സമയത്ത് റിലാക്സ് ആവാൻ. ഞാൻ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട് പീരീഡ്സിൻ്റെ കുറച്ചുകൂടെ വേദനയുള്ളതെന്ന്. അത് വേണമെങ്കിൽ നമുക്ക് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓക്കെ ആകുമ്പോൾ നമുക്കത് പറയാം, പക്ഷെ ആ സമയത്ത് പലർക്കും പല രീതിയിലായിരിക്കും തോന്നുന്നത്. അപ്പോൾ എനിക്കങ്ങനെ അല്ലായിരുന്നു തോന്നിയത്. അങ്ങനെ എനിക്ക് വേദന അങ്ങ് തുടങ്ങി ചേച്ചി പ്രസവിച്ച് ചേച്ചിയെ വേറൊരു റൂമിലൊക്കെ മാറ്റി. എന്നിട്ടും ഞാൻ പ്രസവിക്കുന്നില്ല. അപ്പോൾ അവർ വന്നിട്ട് പിന്നെയും ടി വി ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും ആവുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് കുറച്ചുകൂടെ ആവട്ടെ എന്ന് നോക്കി. അങ്ങനെ 11 മണിക്കൂറായപ്പം രശ്മി ഡോക്ടർ വേറൊരു ഡോക്ടറിനെ വിട്ടപ്പോൾ അയ്യോ എത്ര മണിക്കൂറായെന്ന് ചോദിക്കുക. അപ്പം ഡോക്ടർ അവിടുന്ന് നേഴ്സുമാർ പറഞ്ഞ് ഡോക്ടർ ഏകദേശം 11 മണിക്കൂറാവാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പം ആ ഡോക്ടർ പറഞ്ഞത് 11 മണിക്കൂറോ, എനിക്ക് ഞാനൊന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ എന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഇത് ഓപ്പൺ ആവില്ല. ഓക്കെ, വളരെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് സ്റ്റാർട്ടാവുന്ന ഒരു സമയമായപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞ് ഇനിയെങ്കിലും ഓപ്പറേഷൻ വേണം, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ശ്വാസം മുട്ടും, പല രീതിയിലോട്ടും കാര്യങ്ങൾ പോകുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. അമ്മ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ സിസ്റ്ററും ഡോക്ടേഴ്സും എല്ലാവരും കൂടെ പിടിച്ചിട്ട് കരല അങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ കരയരുത്, നമുക്ക് ദൈവവിധി ഇതായിരിക്കാം എന്ന് സമാധാനിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇല്ല എനിക്ക് സുഖപ്രസവം മതി, അത് ഓപ്പൺ ആയിട്ടേ ഞാൻ കുഞ്ഞിനെ പ്രസവിക്കൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നോർമൽ ഡെലിവറിക്കുള്ള പെയിൻ, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും നമ്മുടെ കുഞ്ഞ് സേഫായിട്ടിരിക്കുക എന്നതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബെഡൊക്കെ ഷിഫ്റ്റ് ചെയ്ത് മേളിൽ കൊണ്ടുപോയി ഓപ്പറേഷനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടു. നട്ടിലൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഓക്കെ, അങ്ങനെ എന്തു പറയുന്നത് അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പം പെട്ടെന്ന് ബോഡി മരവിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് അങ്ങ് മരവിച്ച് ഫുള്ള് നമുക്കൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ആ നോർമൽ ഡെലിവറിക്ക് ഉണ്ടായിരുന്ന ആ ഒരു മരുന്ന് തന്നതിൻ്റെ പെയിനൊക്കെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് വന്നു. അതിനുശേഷം ഇവർ നമ്മുടെ കണ്ണ് മൂടിയിട്ട്, സിസേറിയൻ ചെയ്യുമ്പോൾ കണ്ണ് മൂടിയിട്ട് നമുക്ക് പറയാം വായിക്കൂടെ ശ്വാസം വിടണം എന്ന് പറയും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും, അവർ സിസ്റ്റേഴ്സും കത്തിയിട്ടൊക്കെ കീറുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു. ഓക്കെ, രശ്മി ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു ആൺകുട്ടിയാണ് അതിനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടില്ലല്ലോ, അത് കുഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് വന്നേന്ന്. അപ്പോൾ അങ്ങനെ അവരെല്ലാം ഭയങ്കര ചിരിയായിരുന്നു. അപ്പോൾ ഓൾറെഡി അവർ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. അതിലും ചോദിക്കുന്നുണ്ട് ഉള്ളുവികാസം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് സിസേറിയൻ ആയത്, പക്ഷെ സാരമില്ല, ദൈവവിധിയായിരിക്കും, നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടി. ഇനി എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് പറയാനുള്ളത്, സിസേറിയൻ ആയാലും സുഖപ്രസവമായാലും പൊതുവെ ഒരു ധാരണയുണ്ട്, സുഖപ്രസവമാകുമ്പം നല്ല രീതിയിൽ ജോലിയൊക്കെ എടുത്ത് ശരീരമൊക്കെ അനങ്ങിയിട്ടാണ് സുഖപ്രസവം എന്ന് പറയുന്നത്. പക്ഷേ സിസേറിയൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൾ ജോലി ചെയ്യാതെ, അവൾ അനങ്ങാതിരുന്നിട്ട ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഞാൻ ഒരിടത്ത് ഇരുന്നിട്ടില്ല ഈ ഒരു 9 മാസം. ഓക്കെ, ഡാൻസായിരുന്നു. അതുകൊണ്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് പറയാനും പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന ഇതൊക്കെ അനുഭവിച്ച് കേൾക്കുന്ന വ്യക്തികൾക്ക് അത്ര ശ്രമിക്കത്തില്ല. ഓക്കെ, അപ്പം എന്നെപ്പോലുള്ള അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.